അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാം മതം വിശ്വസിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഫലസ്തീനിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ലോകത്തിൻ്റെ പല ഭാഗത്തും മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. എന്നിട്ട് അവർ വരുത്തി തീർക്കുകയാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളും അക്രമികളും. അവരോട് കൂട്ടുകൂടാനോ അവരുമായി അടുക്കാനോ പാടില്ലാത്ത വിധം ഒരു വംശഹത്യ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള മുസ്ലിം വിശ്വാസികൾ തന്നെ നോക്കുകുത്തികളായി നിന്ന് നോക്കുകയാണ്. ഒരാൺകുട്ടിയില്ലാത്ത ഒരു അവസ്ഥ ഇസ്ലാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആളുകൾ ഇസ്ലാമിനെ പേടിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് അത് ഒരു തീവ്രവാദികളുടെ ഒരു പ്രവർത്തനങ്ങളാക്കി മാറ്റി സാധാരണക്കാരുടെ ഇടയിൽ നിരീശ്വരവാദികളും RSSകാരും ഒക്കെ പലരും ചേർന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ ഉണ്ടായിട്ട് വളരെ മ്ലേച്ഛമായി ഇസ്രായേലിൻ്റെ ഭാഗത്താണെങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ വളർച്ച ഏത് ഘട്ടത്തിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിനെ ജനങ്ങളെ ആക്രമിച്ച കാരണത്താൽ ഒരുപാട് ആളുകളെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ മറുപുറത്ത് 2-3 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതായത് അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും സൃഷ്ടാവിനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഒക്കെ അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു നോക്കുന്നുണ്ട്. നമുക്കിവിടെ പറയാനുള്ളത്, നമ്മൾ നാളെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളൊരു മറുപടി നമ്മൾക്കുണ്ടാവണം. തെറ്റിദ്ധാരണകൾ ആളിലുള്ളത് മാറ്റിക്കൊടുക്കണം. അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വർഗീയത കുത്തിവെച്ചുകൊണ്ട് RSS, BJP പോലത്തെ സംഘടനകളും നിരീശ്വരവാദികളുമൊക്കെ ഈ വിഷയത്തിൽ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ ആകർഷിച്ചുകൊണ്ട് ആളുകൾ വരുന്നതിൽ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ തന്നെ അന്വേഷിച്ച് മുസ്ലിങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ വിമർശനത്തിന് വേണ്ടി പോലും പഠിച്ചു വെച്ച് അത് ഒരു ഇസ്ലാമിൻ്റെ പ്രകാശം അവരുടെ ഹൃദയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വഴിത്തിരിവായിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ഇസ്ലാമിനെ വിമർശിച്ചാലും വംശഹത്യ നടത്തിയാലും ഇസ്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശമായതുകൊണ്ടാണ്. അതുതന്നെയാണ് ആദം അലൈഹിസ്സലാമും എബ്രഹാം, മോസസ്, ജീസസ്, അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് ഒരേ ആശയം തന്നെയാണ്. അതെല്ലാം ഉൾക്കൊള്ളാൻ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു മതമാണ്. അപ്പോൾ പേരിന് മലയാളികളായാലും ഇന്ത്യക്കാരൊക്കെ പറയും ഭാരതം ഒരു കൾച്ചർ, സിന്ധു നദീതട സംസ്കാരം, ആ സംസ്കാരത്തിലെല്ലാം ഉൾക്കൊള്ളുന്നു. അതേപോലെ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. അതിൻ്റെ ഭാഷ അറബി ആയതുകൊണ്ട് വേറെന്തോ ഒരു സാധനമായിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ വേറൊരു അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നത് നഷ്ടം അവർക്ക് തന്നെയാണെന്നുള്ള തിരിച്ചറിവ് പിന്നീട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില അവർക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ്. എന്തായാലും നാളെ റബ്ബ് ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റണം എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള ഈ അക്രമങ്ങളൊക്കെ പ്രതിഷേധിക്കണം, പ്രവർത്തിക്കണം. ആരെന്ത് ചെയ്താലും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകളുടെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള മാറ്റമല്ലാതെ ഇസ്ലാമിനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം ഈ അവസ്ഥയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇസ്ലാമിലുള്ള സമ്പത്തുകൾ ആളുകൾക്ക് സഹായം പോലെ ഫലസ്തീനിലെത്തിക്കുന്നത് പോലും കട്ടുമുടിച്ച് തിന്നുന്ന കള്ളന്മാരായിട്ടുള്ള ആ ജൂതന്മാർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ജൂതമതത്തോടുള്ള താല്പര്യത്തെയാണ്. ഇതൊരു ഭീകരമതമായി ജൂതന്മാർ പ്രഖ്യാപിച്ച് കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജൂതമത താണ്ഡവം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ വെള്ളപൂശുന്ന നിലക്കുള്ള, അതിനോട് ചായ്വുള്ള
ക്രിസ്ത്യാനികളിൽപ്പെട്ട ചില ആളുകളുടെ മറുനാടൻ മലയാളി പോലത്തെ വൃത്തികെട്ട മനസ്സുള്ള ആളുകൾ പോലുള്ള ആളുകൾ അതിനെ ന്യായീകരിച്ച് അനുകൂലിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായിട്ട് വീട്ടിലുള്ള ആളുകളും കൂടപ്പിറപ്പുകളുമൊക്കെ മരിച്ചുകൊണ്ട് വീഴുന്ന ഗാസയിൽ അവർക്കെതിരായി പോരാടുന്ന ആ നാട്ടുകാരിലുള്ള ആളുകൾപ്പെട്ട അവരാണ് ഹമാസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും പറയുകയാണെങ്കിൽ അപ്പോൾ അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഭീകരവാദം, മറ്റുള്ള ആളുകൾ അതിന് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വളർച്ച റബ്ബ് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനറിയാം ആരെയും ഒരു വിഷയത്തിലും നിലപാടിലായാലും അഭിപ്രായത്തിലായാലും എല്ലാവരും ഫലസ്തീൻ അനുകൂലിച്ചുകൊണ്ട്, ഇസ്ലാമിനെ അനുകൂലിച്ചുകൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, അത് അള്ളാഹുവുമായി ലോകം പടച്ച സൃഷ്ടാവുമായി അടുത്ത ഒരു ദിവ്യത്വമുള്ള ആൾ തന്നെയാണ് എന്ന് ഹിന്ദുമത വേദപണ്ഡിതന്മാരടക്കം ഉൾക്കൊണ്ടത്. വിവരമുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാവും. വിവരമില്ലാതെ ഉറങ്ങിക്കളിക്കുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിലാവില്ല. അവരുടെ ഉദ്ദേശം വോട്ട് മാത്രമാണ്, ഖജനാവിലുള്ള പൈസ അടിച്ചു മാറ്റൽ മാത്രമാണ്. വർഗീയത ഉണ്ടാക്കിയ ആളുകളുടെ പൈസയും ധനവും കൊള്ളയടിക്കലും പീഡനം നടത്തലും അങ്ങനെയൊക്കെയുള്ള മനസ്സുകൾ കൊണ്ട് മാത്രം നടക്കുന്ന ഗുണ്ടകൾ മാത്രമാണ് അവർ. മനുഷ്യരല്ലാത്ത അവരുടെ വീട്ടിലുള്ള മക്കളും ഭാര്യയും ആൾക്കാരുമൊക്കെ ഏത് നിലക്ക് അവർ മനുഷ്യനായി കാണുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. മനുഷ്യർക്കൊരിക്കലും മനുഷ്യനെ കൊല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും നല്ല നിലക്ക് യോജിപ്പിൽ ചേർന്നുകൊണ്ടെല്ലാം പഠിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. നാളെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ മറുപടി ഉള്ള നിലക്കുള്ള നല്ലൊരു ജീവിതം മുൻനിർത്തി ജീവിക്കുക എന്ന് എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഉണർത്തുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.